അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബതി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഏറെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിഒജെയുടെ ഈ ഒരു ആനുവൽ കോൺഫറൻസിൽ പങ്കെടുക്കുവാനും നിങ്ങളോടെല്ലാവരോടും കുറച്ച് സമയം ചെലവഴിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഞാൻ നേരെ വിഷയത്തിലേക്ക് ആമുഖങ്ങളില്ലാതെ കടക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പും ഇനി വരാനിരിക്കുന്ന സെഷനുകളിലും വരാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് പോവാണ് ഇൻഷാ അല്ലാഹ്. വിഷയം മറ്റൊന്നുമല്ല, ഫെമിനിസം ആൻഡ് മുസ്ലിം വുമൻ ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് റെബലിയൻ എന്നുള്ളതാണ്. ആദ്യമായി ഈ ഒരു ടേം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഫെമിനിസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാൽ, ഫെമിനിസത്തെ ക്രിറ്റിസൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വിമർശിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അത് ഒരു സ്ത്രീകൾക്കെതിരായി സംസാരിക്കലാണ്, അല്ലെങ്കിൽ ഇക്വാളിറ്റിക്കെതിരായി സംസാരിക്കലാണ് എന്നൊക്കെ പെട്ടെന്ന് അത് സ്ത്രീകൾക്കെതിരായ എന്തോ മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ എന്തോ സംസാരമാണ് എന്ന രൂപത്തിൽ പെട്ടെന്ന് ചാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോഴും ഇനി നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴാണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തുടക്കത്തിൽ വേണം എന്ന് ഞാൻ കരുതുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ പലപ്പോഴും അറിയുന്നവരായിരിക്കുമെങ്കിലും ഈ ഒരു വിഷയത്തിന്റെ ഒരു പൂർണ്ണതക്ക് അത് വേണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഒരു അനുഭവം മുമ്പ് ഒരു യൂട്യൂബിൽ രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ ഉള്ളൊരു ചർച്ച, അതിലൊരാൾ വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ അയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഒരു സ്ത്രീയാണ് വീഡിയോ ഇട്ടത് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഫെമിനിസത്തെ എൻഡോസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫെമിനിസം എന്തിനു വേണ്ടിയാണ്, ഫെമിനിസം ആവശ്യമില്ല, ഞാൻ ഇക്വാളിറ്റിയെ അനുകൂലിക്കുന്നുണ്ട്, ഫെമിനിസത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടു. അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ മറുപടി പറഞ്ഞ ഒരു രംഗം ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. എൻ്റെ ഈ പാസ്വേഡ് എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ അയാൾ ചെയ്തെന്താ വെച്ചാൽ, കണ്ടോ ഫെമിനിസം ഞാൻ ഇക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു, അയാൾ നേരെ ഗൂഗിൾ എടുത്തിട്ട് വാട്ട് ഈസ് ഫെമിനിസം എന്ന് ടൈപ്പ് ചെയ്തു. വാട്ട് ഈസ് ഫെമിനിസം എന്ന് അപ്പോൾ അയാൾ ചെയ്തതെന്ന് വെച്ചാൽ ഗൂഗിൾ എടുത്തു, നേരെ സെർച്ച് ചെയ്തു വാട്ട് ഈസ് ഫെമിനിസം. അപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റിയെ എൻഡോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫെമിനിസം ഈക്വൽ ടു ഇക്വാളിറ്റി. അപ്പോൾ വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റിയാണ്, അതുകൊണ്ട് ഫെമിനിസത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റിയെ എതിർക്കലാണ്. വേറെ കുറെ ആളുകൾ ഫെമിനിസത്തെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഫെമിനിസം ഈസ് വുമൻസ് റൈറ്റ്സ് മൂവ്മെന്റ്, അല്ലെ, വുമൻസ് റൈറ്റ്സ് മൂവ്മെന്റ് ആണ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കലാണ് ഫെമിനിസം. സോ അപ്പൊ ആരെങ്കിലും ഫെമിനിസത്തെ എതിർക്കുകയാണെങ്കിൽ അയാൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ആളാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് പലപ്പോഴും ഒരു തൊലിപ്പുറത്തുള്ള സംസാരമൊക്കെ നമ്മൾ പറയില്ലേ, തൊലിപ്പുറത്താണ് അല്ലെങ്കിൽ പെരിഫറലായിട്ടാണ് പലപ്പോഴും പല ആളുകളും വിഷയങ്ങളെ മനസ്സിലാക്കുക. അപ്പൊ ഞാനൊന്ന് ചോദിച്ചു നോക്കുക, ഈ വുമൻസ് റൈറ്റ്സ് എന്നുള്ളതാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും ഫെമിനിസ്റ്റ് ആവണ്ടേ? നിർബന്ധമല്ലേ? കാരണം സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമല്ലേ? അപ്പൊ നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ഫെമിനിസ്റ്റ് ആവണ്ടേ? അപ്പോൾ ഇവിടെയാണ് പല ആളുകളും ഇതിനെ മനസ്സിലാക്കിയ രൂപത്തിൽ വ്യത്യാസമുണ്ട് എന്നും പല ആളുകളും ഇതൊരു ഐഡിയോളജിക്കൽ ചർച്ചയായിട്ടോ നല്ല കാണുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് ആദ്യമായി പറയുന്നത്. ഫെമിനിസം ഈസ് എൻ ഐഡിയോളജി. ഒരു ഐഡിയോളജിയാണ് ഫെമിനിസം എന്ന ഒരു ധാരണയോടുകൂടി വേണം നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ. അതിൻ്റെതായ ഏതൊരു ഐഡിയോളജിക്കും അതിൻ്റെതായ ഒരു വേൾഡ് വ്യൂ ഉണ്ടാകും, അതിൻ്റെതായ ഒരു ചരിത്ര വീക്ഷണം, ഒരു ഹിസ്റ്റോറിക്കൽ വ്യൂ ഉണ്ടാവും. ഇതൊക്കെ അടങ്ങുന്ന ഒന്നായിരിക്കും എല്ലാ ഐഡിയോളജികളും, അതുപോലെ തന്നെ ഫെമിനിസവും. ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പൊതുവെ പറയുന്ന ഒരു ഉദാഹരണം, കമ്മ്യൂണിസം എന്നുള്ളത് ഐഡിയോളജിയാണ്. എന്താണ് കമ്മ്യൂണിസം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്? ഇപ്പൊ ഫെമിനിസം കോൺസെൻട്രേറ്റ് ഓൺ വുമൻ അല്ലെങ്കിൽ വിമൻസ് റൈറ്റ്സ് എന്നുള്ളത് പോലെ കമ്മ്യൂണിസം തൊഴിലാളികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ, അവരുടെ
പിന്നെ ഉന്നമനം, അവരുടെ വിമോചനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ അയാൾ തൊഴിലാളി വിരുദ്ധനാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. അതേപോലെ പിന്നെ ഒരാൾ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അല്ലെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഉള്ളത് കൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റ് ആവുമോ? ഇല്ല. കാരണം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ട്, ദാറ്റ്സ് എ റിയാലിറ്റി അല്ലേ? നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ വലിയ പ്രശ്നം മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ജെന്യുവിനായൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് മനുഷ്യന്മാർ ചിന്തിച്ചുണ്ടാക്കിയ ഒരു പരിഹാരത്തിനുള്ള ഒരു രൂപമാണ് കമ്മ്യൂണിസം. മാർക്സും എംഗൽസും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ചിന്തകന്മാരുടെയൊക്കെ തുടർച്ചയായി അവർ ചിന്തിച്ചുണ്ടാക്കി തൊഴിലാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, ദാറ്റ്സ് ജെന്യുവിൻ, അതിന് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് മാർക്സിനും എംഗൽസിനും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു പരിഹാര രൂപമാണെന്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇസ്ലാമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമായിക്കൊണ്ട് അവരുടെ വിയർപ്പ് പറ്റുന്നതിനും കൂലി കൊടുക്കുക പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കും. എന്ന് വെച്ച് ഇസ്ലാം ഈക്വൽ ടു കമ്മ്യൂണിസം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാം തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേറൊരു രീതിയാണ് കാണുന്നത്, വേറൊരു വഴിയാണ് കാണുന്നത്. പക്ഷേ കമ്മ്യൂണിസം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു വഴിയാണ് തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ കാണുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ സ്ത്രീകൾ, സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. കുടുംബത്തിൽ, സമൂഹത്തിൽ, അതുപോലെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ജെന്യുവിൻ കൺസേൺ, യാതൊരു സംശയമില്ല. അവിടെയാണ് ആ ഒരു വളരെ ജെന്യുവിൻ ആയൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന ഒരു ചിന്തയിലാണ് അതിൽ കുറച്ച് ആളുകൾ, കുറച്ച് ചിന്തകന്മാർ അവർക്ക് തോന്നി ഇന്ന ഒരു രൂപത്തിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുക. അങ്ങനെ അവർ ആ രൂപത്തിലൂടെ കുറെ ഫിലോസഫി ഉണ്ടാക്കി, കുറെ തത്വശാസ്ത്രങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് ചരിത്ര വീക്ഷണം ഉണ്ടാക്കി. എല്ലാ കാലഘട്ടത്തിലും ഈ മെൻ വിമൻ എന്ന് പറയുന്ന രണ്ട് പിന്നെ ദ്വന്ദ്ങ്ങൾ, അവർ തമ്മിലുള്ള ഒരു സംഘട്ടനം, പാട്രിയാർക്കി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും നിലനിന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെതായ കുറെ ഡെഫിനിഷനുകൾ ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നത് പാട്രിയാർക്കി എന്നൊരു സംഭവമേ ഇല്ല എന്നൊന്നുമല്ല. അതിന് പലതരം ഡെഫിനിഷനുകൾ ഉണ്ടാവും, പലതരം മാനങ്ങളുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അങ്ങനെ അവരുടേതായ ഒരു സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം, എന്ത് വഴി സ്വീകരിക്കണം എന്നുള്ള ഒരു ഐഡിയോളജി ഉണ്ടാക്കിയതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ചരിത്ര വീക്ഷണമുണ്ട്, അതിൻ്റെതായ ലോകവീക്ഷണം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റ് ലൈക്ക് കമ്മ്യൂണിസം. അപ്പോൾ ഒരാൾ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയാൾ പല വഴികൾ കാണുന്നുണ്ടാവാം. അത് ഒരുപക്ഷെ ഫെമിനിസത്തിന്റെ വഴിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയായിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ പിന്നെ ഈവൻ ഏതുവരെ ചോദിച്ചാൽ ഓൺലൈൻ ഫോറംസിലൊക്കെ ഉള്ള ചർച്ചയിൽ കാണിച്ചാൽ നിങ്ങൾ ഫെമിനിസത്തെ എതിർക്കണം എന്നില്ല. ഇഫ് യു ആർ നോട്ട് എ ഫെമിനിസ്റ്റ് യു ആർ എ മിസോജിനിസ്റ്റ്. നിങ്ങൾ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്ന രൂപത്തിലേക്ക് പോലും സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഈ ഒരു ഐഡിയോളജിയോട് സ്വാഭാവികമായിട്ടും നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം. അതിന്റെ കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയിൽ എന്തുണ്ട്, സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനുള്ള പരിഹാരത്തിന് ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന രീതിശാസ്ത്രത്തോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് അതിന്റെ മൂലകാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ സെൻറ്റർ ചെയ്തുകൊണ്ടാണ് അല്ലെ. ഇസ്ലാം ഒരു ദൈവിക മതമായതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളെയും ഇസ്ലാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നത്തിന് ഇസ്ലാമിൽ പരിഹാരമുണ്ട്, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിൽ പരിഹാരമുണ്ട്, പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിൽ പരിഹാരമുണ്ട്. എല്ലാവരും, പാവങ്ങൾ അനുഭവിക്കുന്ന, പണക്കാരനുഭവിക്കുന്ന, എല്ലാ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ട്. അവിടെ ആ ഇസ്ലാമിന്റെ എല്ലാ ഹോളിസ്റ്റിക്കായി എല്ലാ വിഷയങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പരിഹാരങ്ങളെയും ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങളെയും നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഫെമിനിസം ഏറ്റവും പ്രധാനമായും എങ്ങനെയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഫെമിനിസം പ്രധാനമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ അസർട്ട് അബ്സല്യൂട്ട് ഇക്വാളിറ്റി ഫോർ മെൻ ആൻഡ് വുമൺ ഇൻ കാപ്പബിലിറ്റീസ് ആൻഡ് സൊസൈറ്റൽ റോൾസ്. ഒരു ആബ്സല്യൂട്ട് ഇക്വാളിറ്റി, അതായത് ഫിസിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായിട്ടും ഒക്കെയുള്ള വ്യത്യാസങ്ങളെ അതിനെ ഓവർപ്ലേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാതെയുള്ള ഒരു ആബ്സല്യൂട്ട് ഇക്വാളിറ്റി എന്നതിൽ സെന്റേർഡ് ആണ് യഥാർത്ഥത്തിൽ ഫെമിനിസത്തിന്റെ പരിഹാര ശ്രമങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഒരു ഐഡിയ ഓഫ് കോംപ്ലിമെന്റാരിറ്റി
റോൾ അല്ലെങ്കിൽ പരസ്പര സഹകരണം അല്ലെങ്കിൽ പാരസ്പര്യം എന്ന് പറയുന്ന കാര്യത്തിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു രൂപത്തിലാണ് ഫെമിനിസത്തിന്റെ ഒരു പരിഹാര ശ്രമങ്ങൾ പലപ്പോഴും പോകുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ജെൻഡർ ന്യൂട്രാലിറ്റി ഇൻ ഡ്യൂട്ടീസ് അക്രോസ് ഫാമിലി ആൻഡ് സൊസൈറ്റി. ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി അവിടെ ഒരു സെക്സിൽ ആണ് എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഒരു റോള് നിശ്ചയിക്കപ്പെടുന്നതിനെ എന്തെയില്ല, ഫെമിനിസം പൊതുവിൽ എന്തെയില്ല, അംഗീകരിക്കില്ല. എന്നാൽ മറുഭാഗത്ത് ഇസ്ലാം പ്രധാനമായിട്ട് ചെയ്യുന്ന എംഫസൈസസ് കോംപ്ലിമെന്റാരിറ്റി ഓഫ് സെക്സസ് ആസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. അതായത് ആണും പെണ്ണും വ്യത്യസ്തരാണ് എന്ന ഒരു പച്ചയായ റിയാലിറ്റി, ആണും പെണ്ണും വ്യത്യസ്തരാണ് എന്ന പച്ചയായ റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളെയും അതിനൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആക്കി എടുത്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ പരിഹാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ആണ് പെണ്ണിനെ പോലെ അല്ല എന്ന അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ അണ്ടർമൈൻ ചെയ്തു അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇന്ത്യയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ പറയും ഒരു ശ്രേണീകൃതമായ ഒരു വ്യവസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്, ജാതീയമായ ശ്രേണീകൃത വ്യവസ്ഥ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു സൊസൈറ്റൽ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുമ്പോൾ ആ ശ്രേണീകൃത വ്യവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലുള്ള പരിഹാരങ്ങളും പറയാൻ പറ്റുള്ളൂ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് ഈ ജാതി സംവരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു നിലപാട് ഭരണഘടനാപരമായി തന്നെ ഇന്ത്യ എടുക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്തിനാ സംവരണം, അതിന്റെ ആവശ്യം എന്താ, അല്ലെ? എല്ലാവർക്കും പഠിച്ചിട്ട് മെറിറ്റ് നോക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്ന വളരെ സിമ്പിൾ ഈ തൊലിപ്പുറത്തുള്ള ലോജിക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ശ്രേണീകൃതമായ വ്യവസ്ഥയെയും അതിനെ പരിഗണിച്ചുകൊണ്ടുള്ള രൂപത്തിൽ വേണം നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവിടെ ഒരു നീതി ഉണ്ടാവുള്ളൂ. ഇസ്ലാം ഇക്വാളിറ്റി എന്നുള്ളതിനേക്കാൾ, ഇക്വാളിറ്റി ഉണ്ട് എന്നാൽ ഇക്വാളിറ്റി എന്നുള്ളതിനേക്കാൾ എംഫസൈസ് ചെയ്യുന്നത് ജസ്റ്റിസ് എന്നുള്ളതിനാണ്. അപ്പോൾ ആ ഒരു കാര്യം വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളതും ആ വ്യത്യസ്തതകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കപ്പെടുന്ന റോളുകളിലും ആ വ്യത്യസ്തത പ്രതിഫലിക്കും എന്നുള്ളതുമാണ് ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ ഫെമിനിസം ആകട്ടെ പോസ്റ്റ് എനി സോഷ്യൽ റോൾസ് ബീയിങ് ഡിറ്റർമിൻഡ് ബൈ സെക്സ്. സോഷ്യൽ റോൾസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അത് സെക്സിന്റെ ബേസിൽ ഡിറ്റർമിൻ ചെയ്യുന്നതിനെ ഫെമിനിസം എതിർക്കുന്നു. എന്നാൽ ഇസ്ലാം ആകട്ടെ ഫാമിലി സ്ട്രക്ചർ ഇൻ വിച്ച് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് ഹാവ് ഇക്വിറ്റബിൾ വർത്ത് ബട്ട് ഡിസ്റ്റിങ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു വാല്യൂവിൽ ആണും പെണ്ണും തുല്യരാണ് എന്ന് പറയുമ്പോഴും എന്നാൽ അവർക്ക് കൊടുക്കപ്പെടുന്ന റെസ്പോൺസിബിലിറ്റികളിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റിയോട് ഏറ്റവും മാച്ച് ചെയ്ത് നിൽക്കുന്നത് ഇസ്ലാമിന്റെ ആ ഒരു കാഴ്ചപ്പാടാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ഈ റോൾസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ, പുരുഷന്മാർ തലകുത്തി നിന്നാലും ചെയ്യാൻ പറ്റാത്ത റോൾസ് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവം അല്ലെങ്കിൽ മുലയൂട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ഇക്വാളിറ്റി പറഞ്ഞാലും എത്ര തന്നെ ഫെമിനിസം പൂത്തുലഞ്ഞാലും പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോ ഓൾറെഡി സ്ത്രീക്ക് എന്തുണ്ട്, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് ബയോളജിക്കലി ഇമ്പോസിബിൾ ഫോർ മെൻ ടു ഹാവ് ദാറ്റ്, അല്ലെ? പുരുഷന്മാർക്ക് അത് ചെയ്യാൻ പറ്റൂല, ബയോളജിക്കലി തന്നെ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഓൾറെഡി സ്ത്രീകൾക്ക് കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റികൾ ഉള്ളത് കൊണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വേറൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുക, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആരാണ് അധ്വാനിച്ച് കൊണ്ടുവരേണ്ടത്, ഫാമിലിയിലേക്ക് ആരാണ് വെൽത്ത് കൊണ്ടുവരേണ്ടത് എന്ന ഒരു ചോദ്യം വരുമ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഫെമിനിസത്തിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം, ഇക്വാളിറ്റിയാണ് വേണ്ടത്, 50-50, സ്ത്രീ പകുതി അധ്വാനിച്ച് കൊണ്ടുവരട്ടെ, പുരുഷൻ പകുതി അധ്വാനിച്ച് കൊണ്ടുവരട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സംഭവം അവിടെ ഇക്വാളിറ്റി ഒക്കെ അവിടെ നടപ്പിലാകും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ, ഓൾറെഡി 2 എക്സ്ട്രാ ഉത്തരവാദിത്തങ്ങൾ പുരുഷന് ചെയ്യാൻ പറ്റാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ, അവളുടെ മേൽ വീണ്ടും നമ്മളൊരു 50% കൊടുക്കണം. പുരുഷനോ ആ 2 റെസ്പോൺസിബിലിറ്റിയും ഇല്ല, അതെന്തായാലും ചെയ്യാൻ പറ്റൂല. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്, സ്ത്രീക്ക് ഓൾറെഡി ഉള്ള റെസ്പോൺസിബിലിറ്റിയോട് കൂടെ ഒന്നുകൂടി വരികയാണ്, ബേർഡൻ ആവുകയാണ്. പക്ഷെ പുരുഷന് ആ 2 റെസ്പോൺസിബിലിറ്റിയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ എന്തായാലും അത് ചെയ്യൂല, ആ മറ്റേതിന്റെ ഒരു 50% കുറഞ്ഞു കിട്ടുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ ഒരു അനീതി സംഭവിക്കാൻ. അവിടെ ഇക്വാളിറ്റി ഉണ്ട്, ശരിയാണ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി 50-50 ആക്കിയാൽ അവിടെ ഇക്വാളിറ്റി ഉണ്ട്, പക്ഷെ ജസ്റ്റിസ് ഇല്ല. ഇപ്പൊ ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലെ നമ്മൾ സ്ത്രീയുടെയും പുരുഷന്റെയും ജൈവികമായിട്ടുള്ള വ്യത്യാസങ്ങളെ പരിഗണിക്കാതെ ഇക്വാളിറ്റി, അബ്സല്യൂട്ട് ഇക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, റോളുകളിൽ സെക്സിനെ പരിഗണിക്കാതെയുള്ള ഇക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് ഇൻജസ്റ്റിസ് ആവുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫെമിനിസം അതിനൊക്കെ
അവഗണിച്ചുകൊണ്ട് അവരുടെ റോളുകളെല്ലാം എല്ലാ നിലക്കുള്ള സോഷ്യൽ, എക്കണോമിക്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിൽ എല്ലാത്തിലും എന്ത് ചെയ്യണം, അവരുടെ റോൾസ് ഇന്റർചേഞ്ചബിൾ ആകുന്ന രൂപത്തിൽ, ജെൻഡർ ന്യൂട്രലായ രൂപത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഫെമിനിസം പറയുന്നത്. എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഫാമിലിയുടെ ലീഡിങ് റോൾ എന്ന് പറയുന്നത് അത് പുരുഷന് കൊടുക്കുകയും ഹസ്ബൻഡിന് കൊടുക്കുകയും, എന്നാൽ ഡൊമസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് സ്ത്രീക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം ഒരിക്കലും സ്ത്രീ അധ്വാനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പാടില്ല എന്നൊന്നുമല്ല. സ്ത്രീക്ക് ജോലിക്ക് പോകാം, അധ്വാനിക്കാം, പണം സമ്പാദിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അത് ഫാമിലിക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റൂല. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു അടിസ്ഥാനമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വേൾഡ് വ്യൂ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ച് തന്നെ ഫെമിനിസവും ഇസ്ലാമും എങ്ങനെയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. രണ്ടും ഡിഫറൻ്റ് ആയ പേഴ്സ്പെക്റ്റീവിലൂടെയാണ്, ഡിഫറൻ്റ് ആയ വേൾഡ് വ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയത്തിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പല കാര്യം, ഇപ്പോൾ ജെൻഡർ റോൾസ് എന്നുള്ളത് അതിലേക്ക് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ, ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് അല്ലെ. ഇപ്പോൾ ഇസ്ലാം പറയുകയാണെങ്കിൽ ഇസ്ലാം കുറച്ചും കൂടി വാല്യൂവിലുള്ള തുല്യതയാണ് പറയുന്നത്. ആണും പെണ്ണും പടച്ചവന്റെ മുമ്പിൽ മനുഷ്യർ എന്ന നിലക്ക് ഒരുപോലെയാണ്. അല്ലെ, ആ നിലക്ക് ആണും പെണ്ണും ഒരുപോലെയാണ് എന്നുള്ള കൺസെപ്റ്റാണ് ഇസ്ലാം ഉള്ളത്. എന്നാൽ അതേ സമയത്ത് ഒരു ആബ്സല്യൂട്ട് ഇക്വാലിറ്റി ഇല്ല. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടെങ്കിൽ, ഫെമിനിസം ഇക്വാലിറ്റി പറയുമ്പോൾ അതിനെ വേറൊരു തലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫെമിനിസം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ നിലക്കും ഈ ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യത്യാസങ്ങൾ വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഇതിൽ വളരെ പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യമാണ് ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞു, ജെൻഡർ റോളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, എല്ലാ നിലക്കും പാട്രിയാർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അതേപോലെ തന്നെ മാരേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഫാമിലി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടിലും ഇതേപോലെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്താ, ഇത് ഞാൻ ഒന്നുകൂടി ഇതിന്റെ ആ ഒരു നമ്മൾ ഒരു ആസ് എ മുസ്ലിം ഇതിനെങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് ഒന്നുകൂടി എംഫസൈസ് ചെയ്യാണ്. ഇവിടെ വളരെ സിമ്പിളാണ്. ഒരു പ്രശ്നമുണ്ട്, ദാറ്റ് ഈസ് ജെനുവിൻ പ്രോബ്ലം. അതിനെ മനുഷ്യന്മാരുടേതായ രൂപത്തിൽ മനുഷ്യന്മാർ ചിന്തിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, റൈറ്റ്. അപ്പോ പല പ്രശ്നങ്ങൾക്കും മനുഷ്യന്മാർ, ഫെമിനിസ്റ്റ് ചിന്തകന്മാരായ ആളുകൾ, സ്ത്രീകൾ ഇന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കാണുന്നു. അതിനുള്ള പരിഹാരം അത് അവർ മനസ്സിലാക്കുന്നു, അത് ഇന്നതാണ്, ഇങ്ങനെ പോയാൽ അത് പരിഹാരമാകും. നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസം പറഞ്ഞതുപോലെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മനുഷ്യന്മാരുടെ ചിന്തക്ക് പരിമിതിയുണ്ട്, ആലോചനകൾക്ക് പരിമിതിയുണ്ട്, ബുദ്ധിശക്തിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പരിഹാരങ്ങളിലെല്ലാം അവരുടെ പരിമിതി റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസം മുന്നോട്ട് വന്നത് തൊഴിലാളികളുടെ പ്രശ്നം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തൊഴിലാളികളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി, അവരുടെ തൊഴിലാളി വർഗ സംഘാധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസം വന്നത്. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവസാനം സംഭവിച്ചത് ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് തൊഴിലാളികൾ പട്ടിണി കിടന്ന് മരിക്കുന്നിടത്തേക്കാണ് സോവിയറ്റ് റഷ്യയിലടക്കം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. മനുഷ്യന്മാർ പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യന്മാരുടെ ബുദ്ധി വെച്ചിട്ട് അതിന് പരിശ്രമിച്ചാൽ പലപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുക, കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. ആ നിലക്ക് ഫെമിനിസ്റ്റുകളും ഇതേപോലെ ചിന്തിച്ചു. സ്ത്രീകൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവരിങ്ങനെ കുറെ ചിന്തിച്ചപ്പം ഒരുപാട് റീസൺസ് അതിൽ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായിട്ടും അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെടാൻ, വല്ലാതെ പ്രയാസപ്പെടാനുള്ള മൂല കാരണം എന്ന് പറയുന്നത് ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അല്ലെങ്കിൽ മാരേജിലൂടെ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുന്നതാണ് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടാനും അതുപോലെ തന്നെ അവർ വല്ലാതെ പ്രയാസപ്പെടാനും ഒക്കെ ഉള്ള മൂല കാരണം. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കും. ഒന്ന്, സിമോൺ ഡി ബൂവർ അല്ലെ, എല്ലാവർക്കും അറിയാം, സെക്കൻഡ് സെക്സ് എഴുതിയിട്ടുള്ള സിമോൺ ഡി ബൂവർ. അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, മാരേജും അതുപോലെ തന്നെ ഫാമിലിയും ഒക്കെ, ഫാമിലി റോൾസും ഒക്കെ സ്ത്രീകളെ പ്രത്യേകിച്ചും എൻസ്ലേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. No woman should be authorized to stay at home or raise her children. Women should not have that choice. സ്ത്രീകൾക്ക് ആ ഒരു ചോയ്സ് തന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെ ചോയ്സ് കൊടുത്താൽ ചിലപ്പോൾ അത് സ്വീകരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാരേജിലേക്കോ അല്ലെങ്കിൽ ഫാമിലിയിലേക്കോ, ഫാമിലി റോൾസിലേക്കോ അത് ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ചോയ്സ് തന്നെ കൊടുക്കാൻ പാടില്ല. അത്രത്തോളം എന്ത് ചെയ്യണം, സ്ത്രീകളെ അതിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ളതാണ്
ഫെമിനിസ്റ്റ് ചിന്തകരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഏതുവരെ ചോദിച്ചാൽ അവർ പറഞ്ഞൊരു കാര്യം, ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീ, വീട്ടിൽ നിൽക്കുന്ന ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാരസൈറ്റ്. ഒരു പാരസൈറ്റ് ആണ്. സക്കിംഗ് ഔട്ട് ദ സ്ട്രെങ്ത് ഓഫ് അനദർ. ഒരു പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലെ? ഒന്നിന്റെ പരാതജീവി എന്നൊക്കെ നമ്മൾ പറയും. ഒന്നിന്റെ മേലെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിന്നിട്ട് അതിന്റെ മറ്റേതിന്റെ രക്തവും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു പിന്നെ എടുക്കുന്നത് പോലെയുള്ള ഒരു പാരസൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ചെലവിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു പാരസൈറ്റിനെ പോലെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഹൗസ് വൈഫ്. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ? അവർ മനസ്സിലാക്കിയത് വിവാഹത്തിലേക്ക് പോകുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുന്നതോടുകൂടി അതിന്റെ റോൾസ് എടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, സ്ത്രീ എൻസ്ലേവ് ചെയ്യപ്പെടുകയാണ്. സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്താണ്? അത് ഫാമിലി സിസ്റ്റത്തിലേക്ക് പോയതാണ്. അതുപോലെ തന്നെ ബെറ്റി ഫ്രീഡൻ അവർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, വുമൺ ഹു അഡ്ജസ്റ്റ് ആസ് ഹൗസ് വൈഫ്, who grow up waiting to be just a housewife are in much danger as millions who walk to their own deaths in concentration camps. അല്ലെ, ഹിറ്റ്ലറിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ, ജൂതന്മാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന നമ്മൾ കാണാൻ പറ്റും അല്ലെ. അവർ മരണത്തിലേക്കാണ് നടന്നു പോകുന്നത്. സ്വന്തം മരണത്തിലേക്ക് നടന്നു പോകുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള ആളുകളെ പോലെയാണ് ഒരു പെണ്ണ് പിന്നെ ഹൗസ് വൈഫ് ആവാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരേജിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? സ്വന്തം മരണത്തിലേക്ക് നടന്നു പോകുന്നവരെ പോലെയാണ് എന്നുള്ളതാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് ഒരു കുടുംബം. അതിൽ മരണത്തിലേക്ക് നടന്നു പോകുന്ന അതിലുള്ള നിവാസികളെ പോലെയാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ബെറ്റി ഫ്രീഡൻ പറഞ്ഞിട്ടുള്ള ഫെമിനിൻ മിസ്റ്റേക്ക്. നമുക്ക് ഇന്റർനെറ്റിലടക്കം PDF അടക്കം അവൈലബിൾ ആയിട്ട് വളരെ ചെറിയൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷെയ്ല കോണൻ അവർ പറഞ്ഞ സിൻസ് മാരേജ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് സ്ലേവറി ഫോർ വുമൺ, it is clear that women's movement must concentrate on attacking this institution. അതായത് മാരേജ് എന്ന് പറയുന്നത്, കല്യാണം എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്ക് ഒരു സ്ലേവറി, ഒരു അടിമത്തം ആണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അവരുടെ ജിഹാദ് എന്താണ്? അവർ ജിഹാദ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഫാമിലിയെ തകർക്കാൻ വേണ്ടിയാണ്, മാരേജിനെ തകർക്കാൻ വേണ്ടിയാണ്, കുടുംബത്തെ തകർക്കാൻ വേണ്ടിയാണ്. ഫ്രീഡം ഫോർ വുമൺ കനോട്ട് ബി വോൺ വിത്തൗട്ട് അബോളിഷൻ ഓഫ് മാരേജ്. മാരേജ് തകർക്കാതെ, കല്യാണം തകർക്കാതെ എന്ത് ചെയ്യാൻ പറ്റൂല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ജർമൻ ഗ്രീഡ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചൈൽഡ് ബിയറിംഗ് ഈസ് കൺസ്ട്രിക്റ്റിംഗ്, സഫക്കേറ്റിംഗ് ആൻ എനിമി ഓഫ് എ ലിബറേറ്റഡ് വുമൻസ് ലാർജർ ഹോപ്സ് എന്നുള്ളതാണ്. ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നതോടുകൂടി അവിടെ എന്ത് ചെയ്യാണ്, ഇവരൊക്കെ നിങ്ങളുടെ പേരൊക്കെ കുറച്ച് ഓർമ്മിച്ച് വെക്കണം കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ വേറെ ആവശ്യം വരാനുണ്ട്. അപ്പൊ എന്തായാലും ഇവര് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, പിന്നെ കല്യാണത്തിലേക്ക് പോവുക, അതിൽ തന്നെ പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടായതോടുകൂടി എന്ത് ചെയ്തു, അവരുടെ എല്ലാ സ്വപ്നങ്ങളും അതോടുകൂടി ഇല്ലാതാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലിൻഡ ഗോർഡൻ പറഞ്ഞിട്ടുള്ളത്, ന്യൂക്ലിയർ ഫാമിലി മസ്റ്റ് ബി ഡിസ്ട്രോയ്ഡ് വാട്ട് എവർ ഇറ്റ്സ് അൾട്ടിമേറ്റ് മീനിങ്, ദ ബ്രേക്കപ്പ് ഓഫ് ഫാമിലീസ് നൗ ഈസ് എൻ ഒബ്ജക്റ്റീവ്ലി റവല്യൂഷണറി പ്രോസസ്. ഒരു വിപ്ലവം എന്താ നമ്മൾ നയിക്കേണ്ട വിപ്ലവം എന്താണ്? അത് ഈ പറഞ്ഞതുപോലെ ഫാമിലിയെ തകർക്കുക, ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുക എന്നുള്ളതാണ്. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, കുറച്ച് ഞാൻ വെറുതെ പറഞ്ഞു പോകാൻ തോന്നരുത് എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് കോട്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകരും അവര് ഊന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ തകർക്കണം. അതിനെ തകർക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കിനാശേരി നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രീഡം, ആ ഒരു ഹാപ്പിനെസ് അതിലേക്ക് എത്താൻ പോകുന്നില്ല. റോബിൻ മോഗൻ സിസ്റ്റർഹുഡ് ഈസ് പവർഫുൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞത്, വി ക്യാൻ ഡിസ്ട്രോയ് ഇനിക്വിറ്റീസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ അണ്ടിൽ വി ഡിസ്ട്രോയ് മാരേജ്. ഇത് ഒരുപാട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മേരി ജോബിൻ, ഇൻ ഓർഡർ ടു റേസ് ചിൽഡ്രൻ വിത്ത് ഇക്വാളിറ്റി വി മസ്റ്റ് ടേക്ക് ദം അവേ ഫ്രം ഫാമിലീസ് ആൻഡ് കമ്മ്യൂണലി റേസ് ദം. കുട്ടികളിൽ ഈ പറഞ്ഞ ഇക്വാളിറ്റി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഫാമിലിയിൽ നിന്നും മാറ്റിയിട്ട് അവരെ കമ്മ്യൂണലി സാമൂഹികമായിട്ട് വളർത്താനുള്ള സാഹചര്യങ്ങൾ. ചില കുട്ടികളെ ഫാമിലിയിൽ വളർത്താൻ പോലും പാടില്ല. സ്ത്രീകൾ ഒരിക്കലും മാരേജിലേക്ക് കടക്കാൻ പാടില്ല. ഹൗസ് വൈഫ് ആവുക എന്ന് പറയുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നടന്നു കിടക്കുന്നത് പോലെയാണ്. ഇത് ഒരുപാട് കാണാൻ സാധിക്കും. ഒരുപാട് പുസ്തകങ്ങൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫെമിനിൻ മിസ്റ്റേക്ക്, ബെറ്റി ഫ്രീഡന്റെ ഫെമിനിൻ മിസ്റ്റേക്ക്, അതിൽ അവർ പറഞ്ഞ ഇതിനെ, ഈ ഒരു പ്രോബ്ലത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ ദ പ്രോബ്ലം ദാറ്റ് ഹാസ് നോ നെയിം എന്നുള്ളതാണ്. ദ പ്രോബ്ലം ദാറ്റ് ഹാസ് നോ നെയിം. അപ്പോൾ അതേപോലെ തന്നെ ദ ഡയലക്റ്റിക് ഓഫ് സെക്സ്, അതിൽ അവർ പറഞ്ഞ പിന്നെ ഷുലൈമിത്ത് ഫയർസ്റ്റോൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പ്രശ്നം, അതായത് ചൈൽഡ് ബിയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അത് പിന്നെ പരിഹരിക്കാൻ നമുക്കുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്, ആർട്ടുകൾ നമ്മൾ പറയുമല്ലോ,
അപ്പോൾ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നമ്മൾ എടുക്കണം. അങ്ങനെ പിന്നെ ടെസ്റ്റ് ട്യൂബ് ബേബികളെയും അങ്ങനെയൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഈ ചൈൽഡ് ബിയറിങ്ങും അവരെ വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം. അങ്ങനെ മാത്രമേ സ്ത്രീകളെ വിമോചിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ദ സെക്ഷൽ കോൺട്രാക്ട്, ഞാൻ ഓരോന്നും പറയുന്നില്ല, ദ അബോളിഷ് ദ ഫാമിലി, അതുപോലെ തന്നെ ദ ബേബി ട്രാപ്പ്, ഒരു ട്രാപ്പാണ് അല്ലെ, കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ട്രാപ്പാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏതുവരെയും ചോദിച്ചാൽ ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞ് അവസാനം ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ദ ലെസ്ബിയൻ നേഷൻ എന്ന് പറയുന്നതിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ആണിന്റെ കൂടെ, ഇനി കല്യാണം കഴിക്കണം എന്നില്ല, ആണിന്റെ കൂടെ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ തന്നെ തീർന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഫെമിനിസ്റ്റുകൾ സ്വപ്നം കാണുന്ന കിനാശേരിയിലേക്ക് എത്താൻ പറ്റൂല. അതുകൊണ്ട് ലെസ്ബിയൻ ഈസ് ദ സൊല്യൂഷൻ. സ്ത്രീകളെ തന്നെ ഇണയായി സ്വീകരിക്കുക എന്നതാണ് സൊല്യൂഷൻ. മാരേജും അല്ല, അതിനപ്പുറത്ത് പിന്നെ മാരേജ് ഇല്ലാതെ എങ്ങനെങ്കിലും പിന്നെ പ്രേമബന്ധങ്ങളോ അങ്ങനെയൊക്കെ അതും പറ്റൂല. ആണുണ്ടെങ്കിൽ തന്നെ തീർന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, സ്ത്രീകളെ മാത്രം ഇണകളായി സ്വീകരിക്കുക. ഒരു നിലക്കും ആണിനെ അടുപ്പിക്കാൻ പറ്റൂല, ആണിനെ ഒരു ഇണയായി സ്വീകരിക്കാതിരിക്കുക. അതുകൊണ്ട് ലെസ്ബിയൻ നേഷൻ, ലെസ്ബിയനിസം ഈസ് എ സൊല്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അടക്കം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും ഒരു ഫെമിനിസം അത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ, ലെസ്ബിയനിസം വേണം അല്ലെങ്കിൽ ഫാമിലിയെ തകർക്കണം, എൻ്റെ കുടുംബം നാളെ തീയിടണം എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഇതൊക്കെ പല ആൾക്കാരുടെ അഭിപ്രായമാണല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൊല്യൂഷൻസിലേക്ക് അടക്കം ഇവർക്ക് ചിന്തിക്കേണ്ടി വരുന്നത്? ദാറ്റ്സ് ദെയർ വേൾഡ് വ്യൂ. അവരുടെ വേൾഡ് വ്യൂ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇവിടെ ആണും പെണ്ണും തമ്മിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. പുരുഷൻ എപ്പോഴും സ്ത്രീയെ അടിച്ചമർത്താൻ വെമ്പി നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവര് വിശ്വസിക്കുന്ന, അവരുടെ വിശ്വാസത്തിൽ ഈമാൻ ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. നല്ല ഈമാൻ കൂടിയ ആൾക്കാരാണ് ഇവരൊക്കെ. ഈ ലെസ്ബിയൻ ഈസ് ദ സൊല്യൂഷൻ, ലെസ്ബിയനിസം ഈസ് ദ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഫെമിനിസത്തിൽ അത്രയും ഈമാൻ കൂടിയ ആൾക്കാരാണ്. അവരെന്താ പറയുന്നത്? കാരണം അവർ വിശ്വസിക്കുന്ന ഫെമിനിസം പ്രകാരം ഒരു പുരുഷന്റെ അല്ലെങ്കിൽ പുരുഷന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് സ്ത്രീയും എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് പറയുന്നിടത്തേക്ക് അടക്കം ഇതെത്തുന്നു എന്നുള്ളതാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇതിലൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രശ്നം, നമുക്ക് ഇതിപ്പോ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്കൊന്നും ഇതിന്റെ ഒരു എക്സ്ട്രീമുകൾ എത്താത്തത് കൊണ്ട് ഇതിന്റെ ഒരു ഭീകരത ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ഫെമിനിസം നമ്മളെ നയിക്കുന്ന ആ ഒരു ചിന്താ രീതിയിലൂടെ കടന്നു പോയാൽ ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുക, തോന്നുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ അക്കാഡമിക്സിന്റെ ഭാഗമായി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അവിടെ ഇവിടെയും കുറച്ച് ഫെമിനിസം പഠിക്കും, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ബേർഡൻസ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതിൽ നന്നായി ആ ഒരു വേൾഡ് വ്യൂ നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ചാൽ ഇത്തരത്തിലടക്കമുള്ള ചിന്തകളായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. പിന്നെ ഇതാണ് അവർ പറഞ്ഞു വന്നത്. പൊതുവിൽ ഞാൻ കുറേ പുസ്തകങ്ങൾ കാണിച്ചെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇത്രയേറെ വ്യാപകമായി പിന്നെ ബെറ്റി ഫ്രീഡൻ അടക്കം അതുപോലെ തന്നെ സിമോൺ ഡി ബൂവർ അടക്കം എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകരായ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ഫാമിലിയെ തകർക്കണം, അതുപോലെ തന്നെ പിന്നെ മാരേജ് പാടില്ല, മാരേജിനെ തകർക്കണം, അത് തകർക്കാതെ ഇക്വാളിറ്റി ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ നിരന്തരം പറയുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ, ഈ പറഞ്ഞ ഫെമിനിസ്റ്റ് ചിന്തകന്മാരായ ആളുകളുടെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ മനുഷ്യന്മാരാണല്ലോ, ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായ വിപ്ലവം ഇങ്ങനെ ചോര തിളച്ച് നിൽക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതി പിന്നെ ഓരോ പുസ്തകങ്ങൾ എഴുതിയ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവരുടെ ചോരത്തളപ്പിൽ ഇങ്ങനെയൊക്കെ എഴുതിയതിന് ശേഷം കുറച്ച് കാലം അവർ ശരിക്കും മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിക്കുമല്ലോ മനുഷ്യരായിട്ട്. അങ്ങനെ ജീവിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്നാമത് ഞാനിപ്പം ബെറ്റി ഫ്രീഡനെ തന്നെ എടുക്കാം അല്ലെ. നേരത്തെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഫെമിനിൻ മിസ്റ്റീക്കിലൊക്കെ കുടുംബത്തെയും വിവാഹത്തെയൊക്കെ കടന്നാക്രമിച്ചിട്ടുള്ളത്. ബെറ്റി ഫ്രീഡൻ അവരുടെ ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പുസ്തകം പിന്നെ എഴുതുന്നത്. ഫെമിനിൻ മിസ്റ്റീക്കാണ് വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം. നമുക്ക് എല്ലാവർക്കും ഇന്റർനെറ്റിലൊക്കെ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ ഫെമിനിസ്റ്റ് മിസ്റ്റീക്കിന്റെ PDF കിട്ടും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിൽ ഈ സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി, ഈ സെക്കൻഡ് സ്റ്റേജിന്റെ PDF കിട്ടുമോ. ഇവർ രണ്ടാമത് എഴുതിയ ഇവരുടെ ലേറ്റസ്റ്റ് വർക്ക് അതാണല്ലോ കൂടുതലായിട്ടും അവൈലബിൾ ആകേണ്ടത്. പക്ഷെ അത് പലപ്പോഴും കിട്ടുന്നില്ല. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിലും ഒന്ന് അയച്ചു തരണം എന്നുള്ളത് പ്രത്യേകം പറയാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന അവരുടെ പുസ്തകം, ആ പുസ്തകത്തിൽ അവര് ഇത് മൊത്തം തൗബ ചെയ്യാണ്. അവർ ഈ മുമ്പ് പറഞ്ഞു പോയ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാരേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞു പോയ കാര്യങ്ങൾ അത് മൊത്തം തൗബയാണ്. അതിന്റെ കാരണം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് വെച്ചാൽ
ഇവരിങ്ങനെ പ്രചരിപ്പിച്ചു ഒരുപാട് സ്ത്രീകൾ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ലിബറേറ്റ് ചെയ്ത് കളയാന്നുള്ള നിലക്ക് പിന്നെ വിവാഹമൊക്കെ മാറ്റി കരിയറിസത്തിൽ കൂടുതൽ ഊന്നിക്കൊണ്ട് കരിയറിന്റെ പിന്നാലെ പോവുകയും അല്ലെങ്കിൽ വിവാഹവും കുടുംബമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതുപോലെ തന്നെ കുട്ടികൾ അത് വേണ്ടാൻ തീരുമാനിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ വെസ്റ്റേൺ ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ മുന്നോട്ട് പോയി അവര് പിന്നെ അവർക്ക് പിന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള കുറെ ഫീഡ്ബാക്സ് ഇവർക്കൊക്കെ കിട്ടുകയാണ്. ഇവരൊക്കെ ഇതിന്റെ നേതാക്കന്മാരാണല്ലോ. അവരുടെ ഭാഗത്ത് നിന്നുള്ള ഫീഡ്ബാക്സ് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചതോടുകൂടി ഞങ്ങൾക്ക് ഉള്ള സമാധാനവും പോയി, അതുപോലെ തന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ലിബറേറ്റ് ചെയ്യപ്പെടുകയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടി. ഇവർക്കും അത് ബോധ്യപ്പെട്ടതോടുകൂടി ഇവർ പറഞ്ഞതനുസരിച്ച് ഷീ ക്രിറ്റിസൈസ് എക്സ്ട്രീമിസ്റ്റ് എക്സസ് ഓഫ് ഫെമിനിസ്റ്റ് ഹു ഡിസ്പാറ്റ് മാരേജ് ആൻഡ് മദർഹുഡ്. അതിനെയൊക്കെ എതിർത്ത അതൊരു എക്സ്ട്രീമിസം ആയിപ്പോയി, അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ചിന്താഗതികൾ മാറ്റണം. അതുപോലെ തന്നെ ഫെമിനിസത്തിന്റെ അടുത്ത ഫേസുകൾ ഇറ്റ് ഷുഡ് എംബ്രേസ് ഫാമിലി ലൈഫ് അലോങ് സൈഡ് കരിയറിന്റെ കൂടെ ഫാമിലിയെ കൂടി ഉൾക്കൊള്ളിക്കണം. ഇതൊക്കെ നമ്മൾ ഫെമിനിസ്റ്റുകൾക്ക് മറുപടി പറയുന്നല്ല, ഫെമിനിസ്റ്റുകൾ തന്നെ എഴുതുന്നതാണ്. അതുപോലെ തന്നെ ഈ പിന്നെ 1981 ആയപ്പോൾ അവര് നോ ലോങ്ങർ അബൈഡ്സ് ബൈ ദോസ് എക്സ്ട്രീം വ്യൂസ് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഹാഡ് ചേഞ്ച് ഓഫ് ഹാർട്ട്, അല്ലെ, സ്വന്തം ആ ഒരു ചിന്തകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടായി എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഏതുവരെ ചോദിച്ചാൽ അവർ പറയാണ്, ഈ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതിന് അവർ വിശദീകരിക്കുന്നത് വെച്ചാൽ ദ പ്രൊഫൗണ്ട് ഹ്യൂമൻ ഇമ്പൾസ് ടു ഹാവ് ചിൽഡ്രൻ എന്നാണ്. ഒരു പ്രൊഫൗണ്ട് ഹ്യൂമൻ ഇമ്പൾസ്, ഒരു കുട്ടി ഉണ്ടാവാനുള്ള അത്രമേൽ വലിയ ആഗ്രഹം എന്ന നിലക്ക് പോലും എന്ത് ചെയ്യാണ് ഈ പിന്നെ ബെറ്റി ഫ്രീഡൻ പോലെയുള്ള ആളുകൾ കുട്ടികൾ ഉണ്ടാകുന്നതിനെ അത്രയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പോലും എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. ജെർമൈൻ ഗ്രീനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞു, അത്രയും പിന്നെ കടന്നാക്രമിക്കായിരുന്നു കുട്ടികൾ ഉണ്ടാവുന്നതിനെയും അതുപോലെ തന്നെ മാരേജിനെയും ഒക്കെ. അപ്പോൾ അവര് 1990 പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ റിഗ്രറ്റ് അബൌട്ട് നെവർ ഹാവിങ് ചിൽഡ്രൻ എന്നാണ്. ഞാൻ ഇപ്പം എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എനിക്ക് എന്ത് ചെയ്യാണ്, കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. ഐ വാസ് ഡെസ്പറേറ്റ് ഫോർ എ ബേബി ആൻഡ് ഐ ഹാവ് ദ മെഡിക്കൽ ബിൽസ് ടു പ്രൂവ് ഇറ്റ്. എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ അത്രയും ഡെസ്പറേറ്റ് ആണ്, എനിക്കത് അതിനു വേണ്ടിയുള്ള എൻ്റെ ശ്രമങ്ങൾക്ക് തെളിവായിട്ട് എൻ്റെ കയ്യിൽ മെഡിക്കൽ ബിൽസ് പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അവർ പറയാണ് ഐ സ്റ്റിൽ ഹാവ് പ്രഗ്നൻസി ഡ്രീംസ് എന്നാണ്. എനിക്കിപ്പോഴും ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഡ്രീം ആയിട്ട് എൻ്റെ ഉള്ളിലുണ്ട്, അല്ലേ. നമ്മുടെ റിഗ്രറ്റ് പ്രോ മാക്സ് എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും വലിയ രൂപത്തിൽ തൗബ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ സിമോൺ ഡി ബൂവറിനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ അവരുടെയൊക്കെ ഈ തൗബകളിൽ നമുക്കിതിങ്ങനെ കാണാൻ സാധിക്കും. ഇതെന്താ സംഭവിച്ചത്? മനുഷ്യന്മാർ സ്ത്രീകളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു ഫാമിലി വേണ്ട, കുടുംബം വേണ്ട, മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അവര് തന്നെ ജീവിച്ച് അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കുകയാണ്, ഞങ്ങൾ പറയുന്നത് പോലെയല്ല, ഇതിന് വേറെയും കുറെ തലങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയറിന്റെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇക്വാളിറ്റിയിലേക്ക് നടന്നെടുക്കുക എന്നത് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു പലതും ഉണ്ട്. ഫാമിലി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു സ്പൗസ് ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കുറച്ചൊക്കെ ഒരു ആത്മാർത്ഥതയുള്ള ഫെമിനിസ്റ്റുകൾ പോലും, ഞാൻ വളരെ ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജെർമൈൻ ഗ്രീനെ പോലെയുള്ള, ബെറ്റി ഫ്രീഡനെ പോലെയുള്ള, സിമോൺ ഡി ബൂവറിനെ പോലെയുള്ള ആളുകളെയാണ് അവർ പോലും അവസാന ഘട്ടത്തിൽ തിരിച്ചു പറയുകയാണ്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ 2 പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ റിഗ്രറ്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ തിരുത്തലുകളും നമ്മൾ പഠിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പഠിക്കുന്നില്ല. ആ പുസ്തകങ്ങൾ തന്നെ അവൈലബിൾ അല്ല, പലപ്പോഴും അത് അത്രത്തോളം അവൈലബിൾ അല്ല നമുക്ക്. മാത്രമല്ല ഇപ്പോഴും നമ്മുടെ ഫെമിനിസത്തിന്റെ ഭാഗമായി നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന എന്താണ്? ഈ പറഞ്ഞ ആന്റി ഫാമിലി ആയിട്ടുള്ള ഇത്തരം കൺസെപ്റ്റുകളാണ്. ഏതുവരെ ചോദിച്ചാൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദേശാഭിമാനി വാരിക, അതിന്റെ പിന്നെ കവർ പേജ് തന്നെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, സേ നോ ടു മാരേജ് എന്നുള്ളതാണ്. പണ്ടത്തെ ആ ഒരു പിന്നെ എന്താ പറയാ 19-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത മാതിരി എന്ന് പറഞ്ഞ മാതിരി പണ്ടത്തെ ഫെമിനിസ്റ്റ് ചിന്തകളൊക്കെ അതേമാതിരി ഛർദ്ദിച്ചു വെച്ചിരിക്കുകയാണ്. അതിലുള്ള ഒരു ഹെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുടുംബങ്ങൾക്ക് തീ കൊളുത്താം എന്നതാണ്. കുടുംബങ്ങൾക്ക് തീ കൊളുത്താം. ഈ പറഞ്ഞ പണ്ട് ബെറ്റി ഫ്രീഡനും അതുപോലെ തന്നെ സിമോൺ ഡി ബൂവറൊക്കെ പണ്ട് പറഞ്ഞ അതേ ആശയം, കുടുംബങ്ങളാണ് പ്രശ്നം, കുടുംബം ഉണ്ടാകുന്നത് കുടുംബ വ്യവസ്ഥയാണ് പിന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതേ പണ്ടത്തെ ആ ചവറുകൾ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ അക്കാദമിക്സിൽ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പരമായിട്ടുള്ള ചർച്ചകളിലൊക്കെ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കാം. പക്ഷെ അത് പറഞ്ഞ ആളുകൾ പോലും തിരുത്തിയത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പലപ്പോഴും കാണുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഇത് കുറച്ചൊക്കെ ആത്മാർത്ഥതയുള്ള ആളുകൾ ഇങ്ങനെ തിരിച്ചു പറഞ്ഞെങ്കിൽ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ പുവർ ഹിപ്പോക്രസിയാണ്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയാം. പിന്നെ ഗ്ലോറിയ സ്റ്റെയ്നം
ഈ പറഞ്ഞ പിന്നെ മാരേജിനെ അറേഞ്ച്മെന്റ് ഓഫ് 1.5 പീപ്പിൾ വെച്ചാൽ മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മനുഷ്യന്മാരുടെ ഒരു അറേഞ്ച്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, മറ്റേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ, അങ്ങനെ 1.5 മനുഷ്യന്മാരുടെ അറേഞ്ച്മെന്റ് ആണ് മാരേജ് എന്ന് പറഞ്ഞ ഗ്ലോറിയസ് സൈനം. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ 66 വയസ്സിൽ വിവാഹം കഴിക്കുന്നതാണ്. അപ്പൊ അവര് 1.5 ആവാൻ തീരുമാനിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഒരുപാട് ഫെമിനിസ്റ്റ് ചിന്തകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ്രിയ ഡോക്കിൻ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്ട്രോങ്ലി അപ്പോസ് മാരേജ്, ഡിസ്ക്രൈബിംഗ് ഇറ്റ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റേപ്പ് ആൻഡ് ഡോമിനേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു റേപ്പ് ആണ് മാരേജ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഡോമിനേഷൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ടൂളാണ് മാരേജ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ കാണുന്നത് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റ് അവരും ഈ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമണിൽ ഈ പറഞ്ഞ മാരേജിനെയൊക്കെ എതിർത്ത ആളുകൾ പിന്നീട് പിന്നെ കല്യാണം കഴിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നേരത്തെ കാണിച്ച പുസ്തകത്തിന്റെ ഓതറാണ്. നെക്സ്റ്റ് ഇങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഈ രൂപത്തിൽ അവർ തത്വം ഒരു ഭാഗത്ത് പറയുകയും എന്നാൽ മറുഭാഗത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് ഒരു ഭാഗത്ത് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞ തൗബ ചെയ്ത ആളുകളാണെങ്കിൽ, മറുഭാഗത്ത് റിയൽ ലൈഫിൽ സംഭവം ഇങ്ങനെ തത്വം പറയുമ്പോൾ ഒക്കെ മാരേജിനെയും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ഭയങ്കരമായി എതിർക്കുമെങ്കിൽ കൂടി റിയൽ ലൈഫിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെയൊക്കെ ജീവിക്കുകയും നല്ല കുടുംബിനിയായി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ മറുഭാഗത്തും. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. യഥാർത്ഥത്തിൽ അവർക്കൊക്കെ തൗബ ചെയ്ത് മനസ്സിലായ ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കേവലമായി ഈ ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ ആണും പെണ്ണും തമ്മിലുള്ള ഒരു നിലക്കാത്തൊരു യുദ്ധമായിട്ടൊന്നല്ല നമുക്ക് സാമൂഹിക ജീവിതത്തെ കാണാൻ സാധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹുന്ന ലിബാസുല്ലക്കും വാൻതുൽ ലിബാസുല്ല ഹുന്ന, ഇസ്ലാം പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രമായിക്കൊണ്ട് ഒരു പാരസ്പര്യമാണ് യഥാർത്ഥത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അതിനൊക്കെ മാറി, ആ ഒരു സംഭവത്തിനൊക്കെ മാറി ഒരു കരിയറിസത്തിന്റെ പിന്നാലെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു ഒപ്രഷന്റെ ടൂളാണ്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റേപ്പാണ്, ഡോമിനേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തിയറിയും നമ്മുടെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ ലോകത്ത് തന്നെ സമാധാനം ഇല്ലാതാവാണ് ചെയ്യാം. ഈ ലോകത്ത് തന്നെ നമുക്കൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാതാവാണ് ചെയ്യാം. ഇവരൊക്കെ ഓഫർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് സമാധാനം, സ്ത്രീകൾക്ക് സ്വസ്ഥത, അവർക്കുള്ള വിമോചനം എന്നൊക്കെയാണ് ഓഫർ ചെയ്യുക. പക്ഷെ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾ പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നില്ല, അതിനെ നിങ്ങൾ പിന്നെ നിങ്ങൾക്കൊരു നല്ല കാര്യമല്ലാന്ന് തോന്നുന്നു, വഹുവ ഖൈറുല്ലക്കും, അല്ലെ, അത് നിങ്ങൾക്ക് ശരിക്കും നന്മയായിരിക്കാം. എന്നിട്ട് ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു ആണ് എല്ലാം അറിയുന്നവൻ, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവിന് പരിമിതിയുണ്ട്, നിങ്ങൾക്കറിയില്ല. അപ്പോ ആ ഒരു ബോധ്യം നമുക്ക് വേണം. പടച്ചവൻ, നമ്മെ സൃഷ്ടിച്ച പടച്ചവൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാവപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എല്ലാ മേഖലകളിലുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടും പടച്ചവൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പടച്ചവൻ നമുക്ക് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആ സൊല്യൂഷൻ മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ ചിന്തകളിലൂടെ നമ്മൾ പുതിയ സൊല്യൂഷനുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മളത് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ നല്ല അടിപൊളി രസകരമായ സൊല്യൂഷൻസ് ആയിരിക്കും. പക്ഷേ ലോങ് ടേമിൽ നമുക്കത് വലിയ ഡിസ്ട്രക്ഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഫെമിനിസം എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു ടോപ്പിക്കിന്റെ വളരെ ചുരുങ്ങിയ കുറച്ച് ഏരിയകളിലൂടെ മാത്രമാണ് പോയിട്ടുള്ളത്. കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സമയം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, വേണ്ട, ഇനി ചോദ്യം പറച്ചിലൊന്നും വേണ്ടല്ലോ, ഒരു കല്യാണം കഴിച്ചാൽ മതി അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ആ നിലക്ക് പിന്നെ അവസാനിപ്പിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വിവാഹം എന്നുള്ളതിനെ കുറിച്ചുള്ള പിന്നെ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ, ജെൻഡർ റോൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യന്റെ ചിന്തയുടെ പരിമിതി എത്ര ഉള്ളൂ. ഈ ഫെമിനിസ്റ്റ് ചിന്തകരാരും ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ആകെ ഇടങ്ങാറാക്കണം അല്ലെങ്കിൽ അവരുടെ മനസ്സമാധാനം തകർക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഈ ഫെമിനിസം ഉണ്ടാക്കിയത്. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഫെമിനിസം ഉണ്ടാക്കിയത്. കമ്മ്യൂണിസം എന്തിനാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ല കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. അവരൊക്കെ നല്ല ഉദ്ദേശത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരുടെ ചിന്തക്ക് പരിമിതിയുണ്ട്. ആ പരിമിതികളാണ് ഇതിലൊക്കെ പ്രതിഫലിക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്ത്
ആ പരിമിതികളൊന്നുമില്ലാത്ത പടച്ചവന്റെ ദർശനത്തിലേക്ക്, ആ പടച്ചവന്റെ സൊല്യൂഷൻസിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ പൂർണ്ണമായ സമർപ്പണത്തിലെ കാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ പരിപൂർണമായി സമർപ്പിച്ചവനാകുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.